നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഏപ്രിൽ മെയ് വൈശാഖ മാസത്തിൽ വെളുത്ത പക്ഷത്തെ 3-ാം ദിനത്തിലാണ് അക്ഷയ ദിനമായി ആഘോഷിക്കുന്നത്. പൗരാണിക സംസ്കൃത രീതിയിൽ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാമത്തെ ദിനത്തിന് ചന്ദ്രദിനം അക്ഷയ തൃതി എന്നറിയപ്പെടുന്നത് സ്വർണ്ണ വ്യാപാരികൾക്ക് സുവർണകാലമാണ്. ദിനത്തിൽ 1 മില്ലി സ്വർണമെങ്കിലും മേടിക്കണം എന്നതാണ് ഐതിഹ്യം. അക്ഷയ എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത് എന്നതാണ്. എന്നാൽ 3-ാം ദിനം സ്വർണം വാങ്ങാൻ ഈ ദിവസം കാത്തിരിക്കുന്ന നിരവധി മലയാളികളും അവരുടെ ബുക്കിംഗ് അനുസരിച്ച് സ്വർണം നൽകാൻ തയ്യാറാകുന്ന സ്വർണ്ണക്കടക്കാരും ഇത് വലിയൊരു ആഘോഷമായിട്ടാണ് ആചരിക്കപ്പെടാറുള്ളത്. എന്നാൽ സ്വർണ്ണവില കൂടിയതും കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളും കാരണം സ്വർണ്ണ വ്യാപാര പ്രതീക്ഷകൾ നഷ്ടമായ രീതിയിൽ വലിയ കോലാഹല ആഡംബരങ്ങളില്ലാതെയുള്ള ബിസിനസ്സായിരുന്നു. തൊടുപുഴയിൽ 30ഓളം സ്വർണ്ണക്കടകൾ ഉള്ളതിനാൽ വളരെ ചുരുക്കം സ്വർണ്ണക്കടകളിൽ മാത്രമാണ് തിരക്കുണ്ടായിരുന്നത്. അതും ബ്രാൻഡഡ് സ്വർണ്ണങ്ങൾ കരസ്ഥമാക്കാനുള്ള തിരക്കിലായിരുന്നു. അതിരാവിലെയും ഉച്ച കഴിഞ്ഞുമാണ് തിരക്കനുഭവപ്പെട്ടത്. തൊടുപുഴയിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പരമ്പരാഗത രീതിയിലുള്ള രാജകീയ പ്രൗഢകലകൾ നിറഞ്ഞ ഡിസൈനുകൾ, ഏറ്റവും പുതിയ ഡിസൈനുകൾ, തൻവിക ആൻറ്റി ക്രാഫ്റ്റ് ബ്രാൻഡഡ് ജ്വല്ലറി, കരകൗശല വിദഗ്ധരുടെ കൈപുണ്യത്തിൽ രാജീവ പ്രൗഢ ഗംഭീര്യമായി തീർത്തിട്ടുള്ള കൊത്തുപണികൾ, വിവിധ നാമോദാര്യത്തിലുള്ള ഡിസൈനുകൾ അനുസരിച്ചിട്ടുള്ള വിവിധ കൗണ്ടറുകൾ എന്നിവയൊരുക്കിയാണ് 2025 ഈ അക്ഷയ ദിനത്തിൽ അക്ഷയ തൃതിയെ വരവേറ്റത്.